UDF പ്രവേശനം ലക്ഷ്യമിട്ട് തൃണമൂൽ കോൺഗ്രസ് മഹുവ മൊയ്ത്രയും ഡെറിക് ഒബ്രിയാനും പാണക്കാട്ടേക്ക് എത്തി. സാദിഖ് അലി തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. PV അൻവറും നേതാക്കൾക്കൊപ്പമുണ്ട്. അഷ്കർ അലി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഷ്കർ അലി, വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ തന്നെ ഭാഗമായ മുസ്ലിം ലീഗിന്റെ പാണക്കാട്ടെ തങ്ങളുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇന്നത്തെ സാധ്യതകൾ നമ്മൾ മനസ്സിൽ കാണുന്നത് അഷ്കർ? അരുൺ, അല്പസമയം മുമ്പാണ് ഇപ്പോൾ ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ MP-മാരായിട്ടുള്ള മഹുവ മൊയ്ത്രയും ഡെറിക് ഒബ്രിയാനും പാണക്കാട് സാദിഖ് തങ്ങളുടെ വീട്ടിലേക്ക് എത്തിയത്. ഇരുവരും സാദിഖ് തങ്ങളും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റായിട്ടുള്ള അബ്ബാസ് അലി ശിഹാബ് തങ്ങളും കൂടി ചേർന്ന് സ്വീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ അവർ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർലമെൻറ്റിലുള്ള മുസ്ലിം ലീഗ് MP-മാരുടെ ഇടപെടലുകളെക്കുറിച്ചും അതുപോലെ തന്നെ കോവിഡ് സമയത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം നടത്തിയ ഇടപെടലിനെക്കുറിച്ചും ഒക്കെ തന്നെ ഇത്തരത്തിൽ നേതാക്കൾ പരസ്പരം സംസാരിക്കുന്ന സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് UDF-ലേക്കുള്ള PV അൻവറുടെ പ്രവേശനം കാത്തു നിൽക്കുമ്പോഴാണ് ഈയൊരു കൂടിക്കാഴ്ച എന്നതും പ്രത്യേകിച്ച് പറയേണ്ടി വരും. PV അൻവർ അടക്കം UDF-ലേക്ക് പ്രവേശനം കാത്ത് നേരത്തെ UDF നേതൃത്വത്തിന് കത്ത് നൽകിയിരുന്നു. അതിൻ്റെ അനുമതി കാത്തിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ 27 UDF-ന് മുന്നണി യോഗവും ചേരാൻ പോവുകയാണ്. അതിന് തൊട്ട് മുമ്പായിട്ടാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ മുതിർന്ന MP-മാർ തന്നെ ഇപ്പോൾ നേരിട്ടെത്തി മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം അതിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഈ 27-നാണ് UDF-ൻ്റെ യോഗം ചേരാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ PV-നെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഉപതെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായുള്ള ഒരു സന്ദർശനമായി കൂടി നമുക്കിതിനെ വിലയിരുത്താൻ കഴിയും. അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇരു നേതാക്കളും പാണക്കാട്ടേക്ക് എത്തിയിരിക്കുന്നത്. ദേശീയ തലത്തിലാണെങ്കിലും പലപ്പോഴും സഹകരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അത്തരത്തിൽ പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ളവരാണെങ്കിൽ പോലും കേരളത്തിൽ വെസ്റ്റ് ബംഗാൾ അടക്കം കോൺഗ്രസും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസും പരസ്പരം പോരടിക്കുന്ന ആളുകളാണ്. അത്തരത്തിലുള്ള രണ്ട് പാർട്ടികളിൽ നിന്നുള്ളവർ ഇവിടെ എത്തുമ്പോൾ, കേരളത്തിലെത്തുമ്പോൾ അത് ഒരു സഖ്യത്തിൻ്റെ ഭാഗ്യമാവുമോ എന്നുള്ളതൊക്കെയാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ആ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടി വരും. അത്തരത്തിലുള്ളൊരു കൂടിക്കാഴ്ച തികച്ചും സുഹൃത്തുപരമായ കൂടിക്കാഴ്ച എന്നേ പറയാൻ കഴിയുള്ളൂ. കൂടുതൽ രാഷ്ട്രീയ വർത്തമാനങ്ങളിലേക്കൊന്നും ഇരു നേതാക്കളും കടന്നിട്ടില്ല. പ്രത്യേകിച്ച് പാർലമെൻറ്റിലുള്ള ഇരു വിഭാഗം നേതാക്കളുടെയും തൃണമൂൽ കോൺഗ്രസിനെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് നേതാക്കളുടെയും അവരുടെ MP-മാരുടെ പ്രകടനങ്ങളെക്കുറിച്ചൊക്കെയാണ് പ്രത്യേകിച്ച് പരാമർശിച്ചുകൊണ്ടും ഇരു നേതാക്കളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കോവിഡ് കാലത്തുള്ള ഇടപെടലുകളെ കുറിച്ചൊക്കെ സംസാരിക്കുകയും ചെയ്യുന്നു. അത്തരമൊരു കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നാളെ തൃണമൂൽ കോൺഗ്രസിൻ്റെ PV അൻവർ സംസ്ഥാന കോർഡിനേറ്റർ ആയതിനു ശേഷം ആദ്യമായി നാളെ കേരളത്തിലെ ആദ്യത്തെ തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രതിനിധി സംഗമം മഞ്ചേരി വെച്ച് നടക്കാൻ പോവുകയാണ്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇന്ന് കേരളത്തിലേക്ക് ശേഷം ഉള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനായിട്ട് പാണക്കാട് തങ്ങൾ ക്ഷണിക്കുകയും ഉള്ളിൽ മാധ്യമങ്ങളുടെ മുന്നിൽ അല്ലാതെ അവർ സംസാരിക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ തന്നെയാണോ ഈ നേതാക്കൾ പാണക്കാട് തങ്ങളെ കാണുന്നത്? അരുൺ, നിലവിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ തന്നെയാണ്. ഒരു പക്ഷേ അതിനുശേഷം മാധ്യമങ്ങളെ മാറ്റി നിർത്തി ഇനി അവർ കൂടിക്കാഴ്ച നടത്തുമോ എന്നറിയില്ല. നിലവിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ തന്നെയാണ് 4 നേതാക്കളും അതുപോലെ തന്നെ എത്തിയ തൃണമൂലിൻ്റെ MP-മാരും പാണക്കാട് സാദിഖ് തങ്ങളും അബ്ബാസ് അലി ശിഹാബുകളും PV അൻവറും ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളുടെ മുമ്പിൽ തന്നെയാണ് ഇപ്പോൾ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രഹസ്യ ചർച്ചയില്ലാത്ത രാഷ്ട്രീയ ചർച്ച നിലവിൽ നടക്കുന്നില്ല. എന്നാൽ അതിന് ശേഷം ഒരുപക്ഷെ ഒരുമിച്ചുള്ള ബ്രേക്ക്ഫാസ്റ്റ് അടക്കം ഉണ്ടാകുമെന്നായിരുന്നു നേരത്തെ സൂചിപ്പിച്ചിരുന്നത്. അതുണ്ടാകുമെന്നുള്ളത് ഒന്നുകൂടി അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസിൻ്റെ നാളത്തെ പ്രതിനിധി സമ്മേളനത്തിന് മുമ്പായി എത്തിയ ഈ ഒരു സന്ദർശനത്തിനെ തന്നെ തികച്ചും രാഷ്ട്രീയമായി മാറ്റിയെന്ന് പറയേണ്ടി വരും. ഇന്ന് രാവിലെ ആദ്യം പാണക്കാട്ടേക്ക് എത്തുന്നു. അതിനുശേഷം ഇനി കോഴിക്കോട് താമരശ്ശേരി രൂപതയുടെ മാർ റെമിജിയസ് ഇഞ്ചിനാനിയിൽ എന്ന സഭാധ്യക്ഷനെ കാണാനും തൃണമൂൽ കോൺഗ്രസിൻ്റെ MP-മാർ പോകുന്നുണ്ട്. അതിനുശേഷം അവിടെ കാന്തപുരത്തിൻ്റെ മർക്കസ് നോളജ് സിറ്റിയും സന്ദർശിക്കും. അത്തരത്തിൽ വിവിധ സാമുദായിക മത നേതാക്കളെയൊക്കെ ഒരുമിച്ച് കണ്ട് അവരുമായി കൂടിക്കാഴ്ച നടത്തി തൃണമൂൽ കോൺഗ്രസിനുള്ള ഒരു വേരുറപ്പിക്കാൻ കൂടിയാണ് ഇരു നേതാക്കളെ സന്ദർശനമെന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. അത്തരമൊരു കാണുന്നില്ലല്ലോ. അരുൺ, നിലവിൽ PK കുഞ്ഞാലിക്കുട്ടി കൂടിക്കാഴ്ചയ്ക്ക് എത്തിയിട്ടില്ല. ഇവർ 4 പേര് മാത്രമാണുള്ളത്. പാണക്കാട് സാദിഖ് തങ്ങളും അതുപോലെ തന്നെ അബ്ബാസ് അലി തങ്ങളും അതുപോലെ തൃണമൂൽ കോൺഗ്രസ് MP-മാരും മാത്രമാണ്. ഇപ്പോൾ മാധ്യമങ്ങളെ ആ റൂമിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട്. നിലവിൽ അവർ മാത്രം കൂടിക്കാഴ്ച അല്ലെങ്കിൽ അവർ മാത്രം ചർച്ച നടത്തുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് ഇവിടെ എത്തിയിട്ടില്ല. അദ്ദേഹം സ്ഥലത്തില്ലാത്തത് കൊണ്ടാണോ അതോ മാറി നിന്നാണോ എന്നത് നമുക്കറിയില്ല. അദ്ദേഹം ഈ ചർച്ചയ്ക്ക് എത്തിയില്ല. സാധാരണ പാണക്കാട് ആര് വരികയാണെങ്കിലും PK കുഞ്ഞാലിക്കുട്ടിയുടെ കൂടി സാന്നിധ്യം ശ്രദ്ധ ഉണ്ടാവാറുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ട് കൂടിയായിരിക്കും അരുൺ ചോദിച്ചിട്ടുണ്ടാവുമെന്ന് മനസ്സിലാവും. പക്ഷേ നിലവിൽ അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല. ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ MP-മാരും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൽ നിന്ന് സാദിഖ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി മാത്രമാണുള്ളത്. അതിനോടൊപ്പം തന്നെ PV അൻവറും ഈ 5 പേര് മാത്രമാണ് നേതാക്കളായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. അരുൺ.
ഓക്കെ, താങ്ക് യു. അഷ്കറാണ് വിവരങ്ങൾ നൽകിയത്. വളരെ രാഷ്ട്രീയമായ സൗഹൃദ കൂടിക്കാഴ്ച എന്ന് പറയുമ്പോഴും അതിന് രാഷ്ട്രീയ മാനങ്ങളുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. UDF-ന്റെ മീറ്റിംഗിന് മുൻപ് തന്നെ ഈ കൂടിക്കാഴ്ച വേണമെന്ന് PV അൻവർ നിർബന്ധമുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ നാളെ മഞ്ചേരിയിൽ ഈ UDF പ്രവേശനമൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടാവും. തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിനിധി സമ്മേളനത്തിൽ ഡെറിക് ഒബ്രിയാനും മഹുവ മൊയ്ത്രയൊക്കെ ഫയറാണ് കേട്ടു. ലോക്സഭയിൽ പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്. ഡെറിക് ഒബ്രിയാൻ അതേപോലെ രാജ്യസഭയിലും അവരുടെ തീവാറുന്ന മിന്നുന്ന പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ കരുത്തരായ 2 നേതാക്കളാണ് കേരളത്തിൽ എത്തിയിരിക്കുന്നത്, കേരളത്തിൽ PV അൻവർ എത്തിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ എനിക്ക് തോന്നുന്നു ഈ മമ്മൂട്ടിയുടെ ഒരു സിനിമയിൽ പറയുന്ന പോലെ ചതിച്ചാശാനെ ചതിച്ചു എന്ന് പറയേണ്ടി വരുന്നൊരു അവസ്ഥ വരുമോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല, PV അൻവർ പറഞ്ഞ വാക്ക് പാലിച്ചു, കൊണ്ടുവന്നു. മഹുവ മൊയ്ത്രയും ഒപ്പം തന്നെ ഡെറിക് ഒബ്രിയാനും വരുമെന്ന് പറഞ്ഞു. ദീദി തന്നെ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോവുക. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയല്ലേ.